അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. സംസ്ഥാനത്ത് ചൂട് കഠിനമാകുന്നു. അസഹനീയമായ ഉഷ്ണതരംഗത്തിൽ ജനജീവിതം പാടെ താറുമാറായിരിക്കുകയാണ്. സംസ്ഥാനത്ത് ചൂട് കഠിനമാകുന്നു. രാവിലെ 10 മണി കഴിയുന്നതോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിക്കുകയാണ്. വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇപ്പം രാത്രിയും പകലും അസഹ്യമായ ചൂടാണ്. പകല് ശരിക്കും മൊത്തത്തിൽ വെയിലിൻ്റെ ചൂട്, രാത്രിയായി കഴിഞ്ഞാലും ആ ചൂട് അവസാനിക്കുന്നില്ല. രാത്രി വീട്ടിലാണെങ്കിലും ഇപ്പോൾ സകല വാതിലും തുറന്നിട്ടാലും ഉറക്കം വരാത്ത സ്ഥിതിയായി. അസഹ്യമായ ചൂട്, പുകച്ചിലാണ്. ചൂടെന്നതിൽ പറയുന്നതിലുപരി പുകച്ചിലാണ്. ഇനി ഫാനിട്ട് കിടന്നാലും നമ്മൾ വിയർക്കും. ആ രീതിയിലുള്ള ചൂടാണ്. എന്താ ഈ കാലാവസ്ഥയ്ക്ക് ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള അസഹ്യമായ ചൂടാണ് ഇപ്പോൾ പകലും രാത്രിയും. ചൂട് നല്ല ചൂടാണ്. ഈ ചൂട് ഇപ്പോൾ അസുഖങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. വെള്ളം തന്നെ ഇപ്പോൾ കിണറിലൊക്കെ വെള്ളം പറ്റിക്കഴിഞ്ഞു. അത് എങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. ഇനിയിപ്പോൾ ആ വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് എന്തോ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. എത്ര വെള്ളം കുടിച്ചാലും നമ്മൾ അപ്പം തന്നെ അത് ദേഹത്ത് നിന്ന് അപ്പം ഉണങ്ങി പാണ്. മൂത്രം ഒഴിക്കാനായിട്ട് പറ്റണില്ല. അതുപോലെ മൂത്രം ഇല്ല കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ. അതുപോലെ ചൂടാണ്. മഴ ഈ ഭാഗത്തേക്ക് മഴ പെയ്തുള്ളൂ. ബാക്കി എല്ലാ ഭാഗത്തും മഴ പെയ്തു. ഇവിടെ ബാക്കി മഴ പെയ്തിട്ടില്ല. ഈ ഭാഗത്ത് പെയ്തിട്ടില്ല. പെരുമ്പാവൂർ, കൂപ്പടി, ഒക്കൽ അങ്ങനെ പെയ്തിട്ടില്ല. കാലടി ഒന്നും പെയ്തിട്ടില്ല. ചൂട് നല്ല ചൂടുണ്ട്. കാലിട്ടിട്ട് കൊടുക്കും. മഴയുടെ മഴയ്ക്ക് കാരൊക്കെ വയ്ക്കുന്നുണ്ട്. പക്ഷെ മഴ പെയ്തിട്ടുള്ള കാര്യം. കഠിനമായ വെയിൽ കാരണം റോഡുകളിൽ ആളൊഴിഞ്ഞ അവസ്ഥയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങുന്നില്ല. കുടയും തൊപ്പിയും ധരിച്ചാണ് ആളുകൾ പുറത്തിറങ്ങുന്നത്. ഇരുചക്രവാഹന യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലരും യാത്രകൾ കാറുകളിലേക്കോ പൊതുഗതാഗത സംവിധാനങ്ങളിലേക്കോ മാറ്റിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെ ഒരു വ്യതിയാനമാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ വല്ല ചൂട് വന്നത്. പക്ഷേ ഇതിപ്പോൾ ചൂട് വന്നിട്ട് കുറേ നാളായി. ഇപ്പോൾ ഇപ്പോൾ 2-3 മാസമായി. നമുക്ക് ഞാൻ ഇവിടെ കട നടത്തുന്നതാണ്. ഒരു രക്ഷയില്ല റൂമിലിരിക്കാൻ. നല്ല ചൂടാണ്. ഇന്നലെയൊക്കെ കറണ്ട് പോയിട്ട് പോലെ ഇരിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഇവിടെ ഡാൻസിൻ്റെ ഒരു കട നടത്തുന്നതാണ്. വർണ്ണം എന്നാണ് കടയുടെ പേര്. ഇപ്പോൾ കടയിൽ ഇരിക്കാൻ പോലും നിർത്തിയില്ല ഇപ്പോൾ ചൂടായിട്ട്. ഞാൻ ഒരു ദിവസമൊക്കെ ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കാണ്ട്. ഇപ്പം ഡെയിലി വീട്ടിൽ നിന്ന് കൊണ്ടുവരാറ് വെള്ളം. ഡെയിലി വെള്ളം കുടിച്ചാലും മതിയാവില്ലാന്നേ. ഞാൻ അപ്പോൾ അതിൽ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയാൽ നാരങ്ങവെള്ളം കുടിച്ചാലും മതിയാവില്ല. ചിലപ്പോൾ നമ്മൾ എറണാകുളം പോവാണ്. എറണാകുളത്ത് പോയിട്ട് ഒരു കുപ്പി വെള്ളം നമ്മൾ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകാണ്. ഇപ്പം അസുഖങ്ങൾ ചുമയാന്നേ. ഈ പൊടി ഓടിച്ചു കഴിഞ്ഞാൽ ചുമയായിട്ട് പാടില്ല. ഇപ്പം എല്ലാവർക്കും അസുഖങ്ങളാണിത് ചൂടായിട്ട്. ഒരു രക്ഷയില്ല. ഇപ്പം AC ഇല്ലാതെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഇപ്പം തന്നെയല്ല ഇപ്പം ഗ്യാസ് ഇപ്പം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം സിലിണ്ടറിൻ്റെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ മൊത്തത്തിൽ കേരളം മാത്രമല്ല ചെന്നൈയിലും എല്ലാ സ്ഥലത്തും ചൂടാണ്. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് ഇപ്പോൾ ഇത്രയും ചൂടുണ്ടെങ്കിൽ ഇപ്പോൾ പാലക്കാടൊക്കെ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ എത്ര വെള്ളം കുടിച്ചിട്ടും കാര്യമില്ല. വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ വേറെ എന്ത് ചെയ്താലും ചൂട് കുറയണില്ല. പുറത്തേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇങ്ങനെ പൊള്ളണ ഒരു അവസ്ഥയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ വെള്ളം കുടിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ചൂടിൽ. പിന്നെ അധികം ഇപ്പോൾ പകൽ സമയത്തൊക്കെ ഒരു 10 to 2 മണിയൊക്കെ വെയിൽ അധികം നമ്മൾ ചൂട് ഏൽക്കാതിരുന്നാൽ അത്രയും നല്ലതായിരിക്കും. അല്ലാത്ത അവസ്ഥയിൽ നമ്മൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് പറ്റില്ല. എന്നാലും വെള്ളം നമ്മൾ അത്യാവശ്യം കുടിക്കുക, ഇതിനെ പ്രതിരോധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ.